യുകെയിൽ ഈ ഒരു മാസ്ക് വെച്ചിട്ട് 200 കോടി ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? എന്തെന്നറിയാൻ ഈ വീഡിയോ തുടർന്ന് കാണുക. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് NHS സപ്ലയർ ആവുക എന്ന ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെ പറ്റിയിട്ടാണ്. നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ തന്നെ ഇവിടുത്തെ ആരോഗ്യരംഗം നിയന്ത്രിക്കുന്നത് NHS ആണ്. കറന്റ് NHSന്റെ സ്പെൻഡിംഗ് എന്ന് പറയുന്നത് ഏതാണ്ട് 160 ബില്യൺ പൗണ്ടിന് മുകളിലാണ്. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ഡിഫൻസ് ബഡ്ജറ്റിനേക്കാളും 2 ഇരട്ടി കൂടുതലാണ് ഇവിടുത്തെ NHS ഇവിടുത്തെ ആരോഗ്യരംഗത്തിൽ സ്പെൻഡ് ചെയ്യുന്നത്. ഈ ക്യാഷ് ആക്ച്വലി ഹെൽത്ത് കെയർ വർക്കേഴ്സിന് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് നഴ്സസിന് ഇവർക്കൊന്ന് സാലറി കൊടുക്കാൻ വേണ്ടി മാത്രമല്ല NHS യൂസ് ചെയ്യുന്നത്. പിന്നെ എന്തിന് മെഡിക്കൽ എക്യുപ്മെന്റ്സ്, മെഡിക്കൽ സപ്ലൈസ്, സ്റ്റാഫിംഗ്, IT വർക്ക്, IT സർവീസസ്, അഡ്മിൻ വർക്ക്, അഡ്മിൻ സർവീസസ് ഇവയൊക്കെ വേണ്ടിയിട്ടാണ് NHS പ്രധാനമായിട്ടും ഈ ഫണ്ടുകൾ യൂസ് ചെയ്യുന്നത്. ഇതുകൂടാതെ വേറെ പല പ്രൊഡക്റ്റുകളും സർവീസസും NHSന് ആവശ്യമായിട്ടുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് NHSന് ബോധ്യപ്പെടുത്തുവാണെങ്കിൽ നിങ്ങൾക്ക് NHSന്റെ ഒരു അപ്രൂവ്ഡ് സപ്ലയർ ആയിട്ട് മാറാൻ പറ്റും. ഈ ഒരു ബിസിനസിന്റെ മാർജിൻ ഭയങ്കര വലുതാണ് ആക്ച്വലി. അപ്പൊ ഇതിന്റെ ഒരു മെയിൻ കളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു കോൺട്രാക്ട് കണ്ടുപിടിക്കുന്നില്ല കാര്യം. അപ്പൊ ഈ തുടക്കക്കാർക്ക് അത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. എങ്കിലും ഞാനൊരു പോർട്ടലിന്റെ പേര് പറയാം, പ്രോ കോൺട്രാക്ട്. NHS പ്രോ കോൺട്രാക്ട് എന്ന് ഗൂഗിൾ ചെയ്താൽ മതി, അത് കിട്ടും. അതിൽ NHSന് ആവശ്യമായിട്ടുള്ള കോൺട്രാക്റ്റുകൾ അല്ലെങ്കിൽ സപ്ലയറിനെ തേടിക്കൊണ്ടുള്ള ടെൻഡറുകളൊക്കെ കൊടുത്തിരിക്കുന്ന ഒരു പോർട്ടലാണിത്. അവസരത്തിൽ നിങ്ങൾ ഒരു ആളെ പറ്റി കൂടെ നിങ്ങൾ സെർച്ച് ചെയ്യണം. അദ്ദേഹത്തിന്റെ പേരാണ് മൈക്കിൾ സെയ്ജർ. ഒരു സ്പാനിഷുകാരൻ 5-6 കൊല്ലം മുമ്പ് കോവിഡിന്റെ ടൈമിൽ NHSന് സർജിക്കൽ ഗ്ലൗസും ഗൗൺസും ഒക്കെ സപ്ലൈ ചെയ്ത് ഏതാണ്ട് 200 കോടി രൂപയാണ് സമ്പാദിച്ചത്. പിന്നെ ഈ ഒരു ബിസിനസ് ഒരു സൈഡ് ഹസിലായിട്ടോ പാസീവ് ഇൻകം ആയിട്ടോ ചെയ്യാൻ പറ്റില്ല, അതൊരു ഫുൾ ടൈം ബിസിനസ് ആയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സപ്ലയറിനും ആവശ്യമായിട്ടുള്ള ഫ്രെയിം വർക്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് NHSന്റെ ഒഫീഷ്യൽ സൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫ്രെയിം വർക്ക് ഒരു വലിയൊരു ഡോക്യുമെന്റ് ആണ്, അത് വായിച്ച് മനസ്സിലാക്കി ആ ഫ്രെയിം വർക്കിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സപ്ലൈ ലൈൻ നമ്മൾ അല്ലെങ്കിൽ സപ്ലൈ പ്രൊഡക്റ്റുകൾ സർവീസുകൾ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ NHS നമ്മളെ പ്രിഫർ ചെയ്യും. വേറെ കാര്യം, നിങ്ങൾക്ക് UK ഒരു ലിമിറ്റഡ് കമ്പനി തുടങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ജസ്റ്റ് എനിക്ക് DM ചെയ്യാം, നമ്മൾ ആ സർവീസ് കൊടുക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്.